ഹായ് ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. കുറച്ചധികം ദിവസമായി നമ്മൾ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ ലോങ് വീഡിയോ ആണെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ചാനലും വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. കഴിഞ്ഞ ദിവസം കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അധികമൊന്നുമില്ല, തീർന്നു പോയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഷോപ്പ് ചെയ്ത് കൊണ്ടുവരാനും അത് വീട്ടിൽ കൊണ്ടുവന്ന് അതാത് സ്ഥലങ്ങളിലേക്ക് എടുത്തു വയ്ക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു വല്ലാത്ത ഫീൽ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം. തീർന്നു പോയിട്ടുള്ള ബോട്ടിൽസിലൊക്കെ സാധനങ്ങൾ ഫില്ല് ചെയ്ത് വെക്കുകയും അതുപോലെ നമ്മുടെ കബോർഡുകളിൽ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചിലപ്പം കിടക്കുന്നുണ്ടാവും. അതൊക്കെ ഒന്ന് എടുത്ത് ഒഴിവാക്കി കബോർഡ് നല്ല നീറ്റായി തുടച്ച് വെക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീടും അതുപോലെ കിച്ചൺ കബോർഡാണെങ്കിലും വീടിൻ്റെ ഏത് ഭാഗമാണെങ്കിലും നമുക്ക് വൃത്തിയായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. വൃത്തിയാക്കി എടുക്കുക എന്നതിലുപരി നമ്മൾ വൃത്തികേടാക്കാതെ പരമാവധി നോക്കുക എന്നുള്ളതാണ് ഞാൻ കൂടുതലും ഫോളോ ചെയ്യുന്നത്. ഫ്രൂട്ടുകളിൽ എനിക്ക് പേരയ്ക്ക ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കുറച്ച് പേരയ്ക്ക എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഈ അടുത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളൊരു മെഴുകുതിരിയാണ് കേട്ടോ. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലാണ്. അപ്പം ഇത് കത്തിച്ച് വെച്ചിട്ട് നമ്മൾ കിച്ചണിലാണെങ്കിലും നമ്മൾ റൂമിലാണെങ്കിലും കത്തിച്ച് വെച്ചിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മൾ നിൽക്കുന്ന ആ ഒരു ഏരിയയിൽ ഉണ്ടാവുക. സോ അതുകൊണ്ടൊരു ഗുഡ് സ്മെല്ലും ഗുഡ് ഫീലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ആ മെഴുകുതിരി ഒന്ന് കത്തിച്ച് വെച്ചു. നമ്മൾ ഏതൊരു ജോലി ചെയ്യുന്ന സമയത്തും നമുക്ക് ചുറ്റുമുള്ള ഭാഗങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കുമ്പോഴും അതുപോലെ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആ ജോലി നല്ല പെർഫെക്റ്റായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടും കംപ്ലീറ്റ് ചെയ്ത് തീർക്കാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ ഞാൻ ഈ ഉപ്പിട്ട് വെച്ചിരിക്കുന്ന ഭരണി ഈ അടുത്ത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒന്നാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ മേടിച്ചതാണ്. ഉപ്പ് മാത്രമല്ല, ഏതൊരു കണ്ടെയ്നറാണെങ്കിലും ഒരുപാട് നാൾ അതുതന്നെ ഉപയോഗിക്കുമ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു മടുപ്പ് ഫീൽ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ കബോർഡിലുള്ള പാത്രങ്ങളാണെങ്കിലും എൻ്റെ കൗണ്ടർ ടോപ്പിലുള്ള പാത്രങ്ങളാണെങ്കിലും ഒക്കെ ഒന്ന് മാറ്റി മറിച്ചും ഒക്കെ വെക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ഫില്ല് ചെയ്യാനുള്ള ഓരോ ബോട്ടിൽസും നല്ലപോലെ ഫില്ല് ചെയ്ത് ക്ലിയർ ചെയ്ത് ഓരോ ഭാഗങ്ങളിലേക്ക് എടുത്തു വെച്ചു. കൂടുതലും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് റൈസ് ഐറ്റംസാണ്. കാരണം ഇവിടെ മോൾക്ക് നോർമലി കഴിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ മന്തി റൈസ് അതുപോലെ ഗീ റൈസ് പോലുള്ള ഐറ്റംസാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ അരികളൊക്കെ എപ്പോഴും ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട് ഞാൻ. പിന്നെ ഒന്ന് ഫിഷ് പോട്ട് ക്ലീൻ ചെയ്തെടുക്കാനുണ്ടായിരുന്നു. ഇവിടെ ഒരു മുകളിൽ വാശി പിടിച്ച് വാങ്ങിയിട്ടുള്ള ഒരു ചെറിയൊരു ഫിഷ് പോട്ടാണുള്ളത്. അതിനകത്ത് 4 പേരുണ്ട്. ആ 4 പേര് അവൾ മീമോസ് എന്നിട്ട് വിളിക്കാറ്. അപ്പോൾ അവരുടെ പോട്ടൊന്ന് ക്ലിയർ ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. ചെറിയ പോട്ടിൽ 4 പേരുള്ളത് കൊണ്ട് തന്നെ ഓൾട്ടർനേറ്റീവ് ബേസിലായിട്ട് അതിനകത്തുള്ള വെള്ളം മാറ്റിക്കൊണ്ടിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളം കളർ മാറിയിട്ട് ഒരു ഭംഗിയില്ലാത്തതുപോലെ ആവും. കുറച്ച് ദിവസം മുന്നേ കോട്ടക്കൽ വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് അവിടുത്തെ നെസ്റ്റോ ഇതുവരെ ഒന്നും പോയി കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ പോയി നെസ്റ്റോ ഒന്ന് കണ്ട ഒരു എക്സ്പീരിയൻസും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നും അവിടെ കാര്യമായിട്ട് ചെയ്തിട്ടില്ല. പക്ഷെ അവിടുത്തെ ഫുഡ് കോർട്ട് ആണ് കൂടുതലായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്തത് കേട്ടോ. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഞാൻ അവിടെ കണ്ടു. നമ്മളിതുവരെ കഴിക്കാത്ത 2-3 ഐറ്റംസും കൂടെ കണ്ടിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് കഴിക്കണമെന്ന് തോന്നിയ 2-3 ഐറ്റംസൊക്കെ നമ്മൾ അവിടെ നിന്ന് മേടിച്ചിട്ട് അവിടെ തന്നെ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയതൊരു സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.